അടുക്കള ജോലി ചെയ്യുമ്പോഴേ എല്ലാവരും ഒരുങ്ങി ഒന്നും അടുക്കള ജോലി ചെയ്യാൻ എനിക്കിഷ്ടമല്ല. അടുക്കള നിൽക്കുന്ന ആ രീതിയിൽ തന്നെ നിന്നാണ് ഞാൻ അടുക്കള ജോലി ചെയ്യുന്നത്. അപ്പം നമ്മുടെ ബീഫൊക്കെ വേവായി. ഇനി നമ്മുടെ കപ്പയും പയറുകൊണ്ട് വേകണം. വെള്ളക്കപ്പ വേവിച്ചതും ബീഫ് കറിയും കൊണ്ടാണ്. ബീഫ് കറിയും വെള്ളുകപ്പയും പയറും കൊണ്ടിട്ട് വേവിച്ച് ഇന്ന് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബീഫും കൂടെ അടുപ്പിലോട്ട് വയ്ക്കാം. വെള്ളുകപ്പ ഞാൻ ഇങ്ങനെ കൊത്തി മുറിച്ചിട്ട് കണ്ടോ, വെള്ളുകപ്പയാണിത്. കുതിരാൻ ഞാൻ രാവിലെ ഇന്നലെ ഇട്ടതാണ്, കുതിർന്നൊക്കെ കിടക്കുവാണ്. കുറച്ച് വൻപയർ ഇട്ടിട്ടുണ്ട്, നമ്മൾ കപ്പയുടെ കൂടെ ഇട്ട് വേവിക്കാൻ വേണ്ടിയാണ്. കപ്പയും വെള്ളുകപ്പയുടെ കൂടെ ഈ പയറും ഇട്ട് വേവിക്കാൻ അടിപൊളിയാണ്, സൂപ്പറാണ് കഴിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ബീഫ് ഒന്ന് കറി വയ്ക്കാം. നമുക്ക് കുക്കറിനകത്തോട്ട് ബീഫ് അങ്ങോട്ട് വാരിയിട്ട് കൊടുക്കാം. 1 സ്പൂണ് ഗരം മസാല ഇട്ടു. ഇറച്ചി 1 കിലോ ഉള്ളതുകൊണ്ട് നമുക്ക് 1 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ കൂട്ട് നമുക്ക് 1 സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുരുമുളക് പൊടി 1 ടേബിൾ. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കി നമുക്ക് കുക്കറിനകത്തൊന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ കുക്കറിനകത്ത് ബീഫ് വേവിച്ചെടുത്ത് ഇനി നമുക്ക് ആ ബീഫ് വേവിച്ച ആ കുക്കറിനകത്തോട്ട് തന്നെ നമുക്ക് കപ്പയുടെ കുക്കറിനകത്തോട്ടൊന്ന് വേവിച്ചെടുക്കാം. കപ്പ വേകാനുള്ള വെള്ളം നമുക്ക് ഇന്നത് ഒഴിച്ച് കൊടുക്കാം. ഇച്ചിരി ഉപ്പുനീര് ഒഴിച്ച് കൊടുക്കാം. ഞാനിതിനകത്ത് പയറിടുന്ന കാര്യം മറന്നുപോയി കേട്ടോ. നമുക്ക് പയറും ഇന്ന കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ആ പയർ അടിയിൽ ചെന്ന് കഴിയുമ്പം കപ്പയും വേവും പയറും വേവും. നമുക്ക് ബീഫിന് ആവശ്യമുള്ളതാണ്. കൊച്ചുള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഞാൻ അരിഞ്ഞ് വെച്ചേക്കാം. നമുക്കിതൊന്ന് റെഡിയാക്കി. നമ്മുടെ വെള്ളുകപ്പയും ബീഫ് കറി റെഡിയായി. അപ്പോൾ ഞാൻ ആദ്യം കഴിച്ച് കാണിക്കാമേ. നല്ല എരിയുള്ള മീൻ കറിയാണ്. സൂപ്പറായിട്ടുണ്ട്. കപ്പയും ബീഫ് കറിയും വേണ്ടിയിട്ടൊക്കെ ഓടി വാ.